ശക്തന്റെ തട്ടകം തൃശ്ശൂരിൻ്റെ മണ്ണ് അത്യന്തം ആവേശത്തിലാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടത്തേക്കൊരു ജനപ്രവാഹം തന്നെ, ഒരു ജനസാഗരമായിട്ട് തന്നെ ശക്തന്റെ മണ്ണ് വീണ്ടും മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം തന്നെ അദ്ദേഹം 9 മണിക്കാണ് കൊച്ചി ഗസ്റ്റ് ഹൗസിൽ നിന്നും തിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര മണിക്കായിരിക്കും ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക? അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഈ തരത്തിലുമാണ്. കെ.പി. ഗുഡ് മോർണിംഗ്. രാവിലെ 10:30 പ്രധാനമന്ത്രി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ വന്നിറങ്ങുക എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് തന്നെ ലഭിക്കുന്നത്. അതായത് 10:30 അദ്ദേഹം ഇവിടെ എത്തുകയും പിന്നീട് 11 മണിക്കാണ് കുന്നംകുളത്തെ ഈ പൊതുപരിപാടി നടക്കുക. ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയതിന് ശേഷം റോഡ് മാർഗമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്നത്. വിപുലമായ ഒരു ക്രമീകരണം, അതായത് പ്രധാനമന്ത്രിയുടെ യാത്രയും അദ്ദേഹത്തിൻ്റെ സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങളിൽ വിപുലമായ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റ് സ്വീകരണങ്ങളൊന്നും തന്നെ ഈ ഹെലിപ്പാഡിൽ നിലവിൽ ഇപ്പോൾ അനുവദിച്ചിട്ടില്ല. BJP പ്രവർത്തകർ ഏതാനും കുറച്ച് പേർ മാത്രമാണ് ഈ ഹെലിപ്പാഡിന് സമീപത്തായിട്ട് നിൽക്കുന്നത്. ഇത് അതിന് അപ്പുറത്തേക്ക്, അതായത് ഇതിന് ശേഷം കുന്നംകുളത്തെ പരിപാടിയിലാണ് കൂടുതലും ആളുകൾ സ്വീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഏതായാലും ഈ സ്ഥലത്ത്, അതായത് ഈ ഹെലിപ്പാഡുള്ള സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ അവസാനവട്ട സുരക്ഷാ വിലയിരുത്തലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലടക്കം ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകളുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തും. അതിനുശേഷമാണ് അദ്ദേഹം കുന്നംകുളത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയൊരു ആവേശം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ യാത്ര എത്തുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല, ആലത്തൂരും ഒപ്പം തന്നെ പൊന്നാനിയും സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഏതായാലും പ്രധാനമന്ത്രിയുടെ യാത്ര എത്തുന്നതോടുകൂടി തന്നെ സംഭവിക്കുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ആവേശത്തിലാണ്. കഴിഞ്ഞ ഏതാനും മാസം, ഈ വർഷത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുകയും അവിടെ വെച്ച് BJPയുടെ മഹിളാശക്തി സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരും ഒപ്പം തന്നെ പൊതുജനങ്ങളും. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അത്യന്തം ആവേശത്തിലാണ് പൊതുസമൂഹം ഒന്നാകെ, പ്രത്യേകിച്ച് BJP പ്രവർത്തകരും നേതാക്കളും അത്രത്തോളം ആവേശത്തിലുമാണ്. കാരണം ഇവിടെ അല്പസമയം മുമ്പ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃശ്ശൂരിലേക്ക് അദ്ദേഹം പ്രധാനമന്ത്രി എത്തുമ്പോൾ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. കിരൺ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന തൃശ്ശൂരിൻ്റെ ഒരു മണ്ണ് തന്നെയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പല സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളും, ആ കൂട്ടായ്മകളിലൊക്കെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ പോലും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഒരു വിജയസാധ്യത, വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയസാധ്യത സുരേഷ് ഗോപിക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇടത് വലത് പാളയങ്ങൾ ഒരുപോലെ അസ്വസ്ഥമാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. പ്രധാന സേവൻ കൂടി ആവേശം കൂടുതൽ സമ്മാനിക്കാൻ അവിടെ എത്തിച്ചേരുന്നത് എന്നത് അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം തൃശ്ശൂരിൻ്റെ സന്ദർശനത്തിന് നൽകുന്നുമുണ്ടല്ലേ? തീർച്ചയായിട്ടും KP, അതായത് പ്രധാനമന്ത്രിയുടെ യാത്ര അത് തൃശ്ശൂരിലെത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച്, അത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അത് ഈ സമീപകാലത്ത്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടന്ന കാര്യങ്ങളല്ല, മാസങ്ങളായി തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ച നടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച്. ഇവിടെ BJP ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ടും പോയിരുന്നതാണ്. സ്വാഭാവികമായി തന്നെ മറ്റ് മുന്നണികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ BJP വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു സ്ഥലം കൂടിയാണ് ഏതായാലും തൃശ്ശൂർ. ആ സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നത്. ഇത് ഏതാനും മാസങ്ങൾക്കിടയിൽ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയുടെ യാത്ര എത്തുന്നത് എന്നതുകൂടിയും സ്വാഭാവിക
സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഏറ്റവും അടിത്തട്ട് മുതൽ തന്നെയുള്ള BJP പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ആവേശത്തിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും നമുക്ക് ഈ സമയത്ത് ഇവിടെ BJP പ്രവർത്തകർ ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയാണോ നിങ്ങൾ? അതെ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ലോകത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുന്നംകുളത്തെ BJP പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ആലത്തൂർ മണ്ഡലത്തിലെ അടക്കം എങ്ങനെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു യാത്ര എത്തുന്ന സമയത്ത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ, ഈ തൃശ്ശൂരിലുള്ള രണ്ട് പ്രധാന മണ്ഡലങ്ങളെ സംബന്ധിച്ച് BJP പ്രവർത്തകരെ സംബന്ധിച്ച് എന്തുമാത്രം ആവശ്യമുണ്ട്? വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവും കൂടി കാണുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുക തന്നെയാണ്. നരേന്ദ്രമോദി വീണ്ടും ഗുരുവായൂരിൽ എത്തിച്ചേർന്നുകൊണ്ട് കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആലത്തൂരും അതിലൊരു വലിയ പ്രധാന ഘടകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും KP, നേരത്തെ ഈ BJP പ്രവർത്തകരടക്കമുള്ള ആളുകൾ പ്രതികരിച്ചതുപോലെ തന്നെയാണ് വലിയൊരു ആവേശം. അത് കഴിഞ്ഞ കുറേ സമയങ്ങളായി തന്നെ ആരംഭിച്ചിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ വലിയ ആവേശമാണ്. ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രധാനമന്ത്രിയുടെ ഒരു യാത്ര അത് തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർക്കുള്ളിൽ ആവേശം വിതറുന്നതാണ്. ശരി, ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കുന്നംകുളം ടൗണിൽ നിന്നും മനോജ് കൂടി ചേരുകയാണ്. മനോജ്, ഗുഡ് മോർണിംഗ്. ഇവിടെ അരുണും കിരണും ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ആവേശത്തിലാണ് തൃശ്ശൂരിൻ്റെ മണ്ണ് ഒന്നാകെ. തൃശ്ശൂർ മറ്റൊരു തൃശ്ശൂർ പൂരമാകും ഇന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ജനസാഗരം അവിടേക്ക് ഒഴുകിയെത്തും. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. 3 സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും. 3 സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം നൽകുന്ന സന്ദേശം, അദ്ദേഹം നൽകുന്ന വാക്കുകൾ അത്രമേൽ ജനങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. എന്നാൽ അവിടുത്തെ ഒരു സാഹചര്യം കുന്നംകുളം ടൗണിലെ തീർച്ചയായും KP, വളരെയധികം പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ വരവേൽക്കുവാൻ വേണ്ടി ഇന്ന് കുന്നംകുളത്തേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കുന്നംകുളം ടൗണിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെയധികം ശക്തമാണ്. രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. അല്പസമയത്തിനകം തന്നെ ഈ റോഡ് പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലേക്കാകും. പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ 10:30 എത്തിയതിനു ശേഷം റോഡ് മാർഗം ഈ കുന്നംകുളം ടൗൺ വഴിയാണ് ഈ ചെറുവത്തൂരിലേക്ക് എത്തുക. ഈ റോഡ് വഴിയാണ് പ്രധാനമന്ത്രി എത്തുക. അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാണ്. എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വീണ്ടും തൃശ്ശൂർ ഒരുങ്ങുമ്പോൾ വളരെയധികം സുരക്ഷയും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ റോഡിൻ്റെ ഇരുഭാഗത്തും ബാരിക്കേഡ് ഈ കുന്നംകുളം ടൗൺ മുതൽ തന്നെ വച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്കുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം ഇന്ന് കുന്നംകുളത്ത് കാണുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം 3 സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയോടൊപ്പം ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. അതിൻ്റെ എല്ലാം തന്നെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം ഇന്നലെ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സന്ദർശനം, അതായത് പ്രധാനമന്ത്രി ഓരോ തവണ കേരളത്തിലേക്ക് എത്തുമ്പോഴും പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും വളരെയധികം ആത്മവിശ്വാസവും ആവേശവും നൽകുന്നതാണ്. കാരണം ഈ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഇവിടെയുള്ള സ്ഥാനാർത്ഥി TN സരസുവുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായും കരുവന്നൂർ ബാങ്ക് അടക്കം ചർച്ചയിൽ വന്ന ഒരു സാഹചര്യം. അതോടൊപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജനപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥി. അവരൊക്കെ തന്നെയാണ് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇരു സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത ഉൾപ്പെടെ ഈ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് തൃശ്ശൂരിലേക്ക് വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും കാണുവാനായി തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയായി നിരവധി ജനങ്ങളാണ് എത്തിച്ചേരുക. പ്രധാനമന്ത്രിയുടെ ഓരോ പരിപാടികളിലും, അതായത് തൃശ്ശൂരിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന ഒരു വനിതാ സംഗമം, അതോടൊപ്പം
അതിനുശേഷം അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ഒക്കെ എത്തിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ച ഒരു ജനസാഗരം അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കാരണം ഭാവി ഭാരതത്തിനും നരേന്ദ്രമോദി തന്നെ എന്നുള്ള ആ ഒരൊറ്റ വിശ്വാസം, ആ ഒരു ഉറപ്പ് നൽകുന്നത് തന്നെയാണ്. കാരണം കേരളവും ഈ ഭാരതത്തിൻ്റെ വിജയക്കുതിപ്പിലേക്ക് ഭാഗമാകുമെന്നതിൻ്റെ സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനത്തിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ആ ഒരു ജനപങ്കാളിത്തം. അദ്ദേഹം വീണ്ടും എത്തുകയാണ്. അതിനുശേഷം ഇവിടെയുള്ള പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം 12 മണിയോടുകൂടി ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതും ഈ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ, അതായത് എറണാകുളത്ത് നിന്നും പ്രധാനമന്ത്രി 9 മണിയോടുകൂടി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങും. അത് കഴിഞ്ഞ ശേഷം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ വന്നിറങ്ങും. അതിനുശേഷം റോഡ് മാർഗം 11 മണിയോടുകൂടി ചെറുവത്തൂർ ഗ്രൗണ്ടിലെത്തി അവിടെ നിന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ഈ പരിപാടിക്ക് ശേഷം 12 മണിയോടുകൂടി തിരിച്ച് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെത്തി അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുക എന്നാണ് ലഭിക്കുന്ന വിവരം. മനോജ്, ഒപ്പം തന്നെ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആ പ്രചാരണത്തിൻ്റെ ഓരോ കാഴ്ചകളും ഒപ്പിയെടുത്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആ ഒരു ആവേശം അത്രത്തോളം അടുത്ത് കണ്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഇത്രത്തോളം ഇരട്ടി ആവേശം പകരുകയാണ്, ആത്മവിശ്വാസം പകരുകയാണ് സുരേഷ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അത്രമേൽ ഹൃദ്യമായ ഒരു സ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ അപ്പാടെയുള്ള ഒരു സ്വീകാര്യത. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് BJP നേതാക്കളെ മാത്രമല്ല, BJP പ്രവർത്തകരെയും അണികളെയും മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പോലും എത്രത്തോളം ആവേശം സമ്മാനിച്ചു കഴിഞ്ഞോ പ്രധാനമന്ത്രിയുടെ വീണ്ടും തൃശ്ശൂരിലേക്കുള്ള വരവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവുമൊക്കെ. തീർച്ചയായും KP, പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആ വികസന കാഴ്ചപ്പാട് തന്നെയാണ് സുരേഷ് ഗോപിയും തൃശ്ശൂരിന് വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. തൃശ്ശൂരിൻ്റെ വികസന മുരടിപ്പിനെ മാറ്റിയെടുക്കുവാൻ സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കൂ എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്കുള്ളത്. കാരണം അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അവരുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ വേണ്ടി ശ്രമിച്ചു. അതൊക്കെ തന്നെ കൃത്യമായുള്ള ഒരു ജനപ്രീതി, ഒരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഓരോ മണ്ഡലങ്ങളിലെ പ്രചരണങ്ങളിലും വലിയ തരത്തിലുള്ള ഉണ്ടാകുന്നു. ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള ആ ഒരു തരത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയോട് പറയുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ആദ്യമൊന്നും ഇറങ്ങിയിരുന്നെങ്കിലും അദ്ദേഹം പൂർണ്ണമായും ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എത്തരത്തിലായിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമായി അദ്ദേഹം തൃശ്ശൂരിൽ മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് അദ്ദേഹം വിജയിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി ഈ സങ്കല്പ പത്രികയുടെ ഈ പത്രിക പുറത്ത് ഇറക്കിയ ശേഷം കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. എന്തായാലും നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള കൃത്യമായും BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്, അതൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും 400-ലധികം സീറ്റുമായി ഭരണത്തിലേറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അത് വെറുതെ ആകില്ല. കൃത്യമായും അത്രയധികം ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ജനക്ഷേമ പദ്ധതികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പദ്ധതികൾ, തൃശ്ശൂരിലടക്കം ചർച്ചയാകപ്പെടുന്ന ജനക്ഷേമ പദ്ധതികൾ, അതിലൊക്കെ തന്നെ ഈ ജനങ്ങളും സന്തുഷ്ടരാണെന്ന് വേണം പറയാൻ. കാരണം കേന്ദ്ര സർക്കാരിനെ ആ ഒരു വിശ്വാസത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസത്തിൽ, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ അവരുടെ പ്രവർത്തനത്തിലൊക്കെ വളരെയധികം ആകൃഷ്ടരാണ് ഇവിടെയുള്ള ജനങ്ങളും. കാരണം അവർക്ക് വേണ്ടത് വികസനമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി പലതരത്തിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. MP നൽകിയ വാഗ്ദാനങ്ങളും അതോടൊപ്പം തന്നെ ഇനിയും എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വികസന കാഴ്ചപ്പാടുകൾ സ്ഥാനാർത്ഥികളോട് പങ്കുവയ്ക്കുമ്പോൾ അതിൽ പലർക്കും ഉത്തരം മുട്ടുകയാണ്. എന്നാൽ സുരേഷ് ഗോപി കൃത്യമായും അത് രേഖപ്പെടുത്തുകയും അത് വികസന രേഖയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് സംവദിച്ചുകൊണ്ട് എത്തരത്തിലാകണം ഇനി മുന്നോട്ടുള്ള വികസനം എന്നത് കൃത്യമായും ആ ഒരു മാർഗരേഖ ഉണ്ടാക്കിയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് ആലത്തൂർ മണ്ഡലത്തിലെ TN സരസു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതാണ്. വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ SFI ക്രിമിനലുകൾ ചേർന്നുകൊണ്ട് അവർ ടീച്ചറിന് ഒരു ശവകുടീരം ഒരുക്കി റീത്ത് വെച്ചു. അത്തരത്തിൽ അപമാനിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനുശേഷം പാതയിൽ വന്ന ശേഷം അപ്രതീക്ഷിതമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതൊക്കെ തന്നെ കൃത്യമായും പ്രവർത്തന പരിചയമുള്ള ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കൂടെ ഒരു നാടിൻ്റെ സ്പന്ദനം അറിയുവാൻ വേണ്ടി സരസു ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സരസു ടീച്ചറും ആ പ്രവർത്തനങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനൊക്കെ ആവേശം പകരുവാനും ആത്മവിശ്വാസം പകരുവാനുമായി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന് സാധിക്കും. കൃത്യമായും പ്രധാനമന്ത്രി കേരളത്തിൽ സ്ഥാനാർത്ഥികളുമായി, കേരളത്തിലെ സുരേഷ് ഗോപി ആയാലും TN സരസു ആയാലും ഇവരൊക്കെയായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴും കൃത്യമായും ഇവിടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർശനത്തോടുകൂടി അത് കൂടുതൽ ജനങ്ങൾക്ക് കൂടെ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. നിരവധി പ്രവർത്തകരും അതോടൊപ്പം പ്രവർത്തകരിലുപരി നരേന്ദ്രമോദിയെ കാണുവാൻ, പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി പൊതുജനങ്ങളാണ് ഇവിടേക്ക് എത്തുക. കഴിഞ്ഞ ഓരോ പ്രചാരണ പരിപാടികളിലും നമ്മൾ കണ്ടതാണ്. റോഡ് ഷോയിലായാലും ഇരുവശങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ കൈയെടുത്തു കാണിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി നിരവധി പേർ ഇങ്ങനെ തടിച്ചുകൂടുന്നു. ഇതൊക്കെ തന്നെ ഒരു പ്രധാനമന്ത്രിക്ക് കേരളത്തിനുള്ളിൽ ലഭിക്കുന്ന ഒരു സ്വീകാര്യത. അത് കൃത്യമായും മോദി സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ്, കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതി. ശരി, ഏതായാലും മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രധാന സേവകന് ഹൃദ്യമായ സ്വീകരണം നൽകാൻ അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 10:30 അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തും. പിന്നീട് ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക്, പൊതുസമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. 11 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. ആലത്തൂർ, പൊന്നാനി, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. 3 സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടാകും. വലിയ ജനസഞ്ചയം തന്നെയാണ് കാത്തിരിക്കുന്നത് അദ്ദേഹത്തെ. എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുകളും അവസാന ഘട്ടത്തിലുമാണ്. കുന്നംകുളം ടൗണിൽ നിന്നും M. മനോജുമാണ് വിശദാംശങ്ങൾ നൽകിയത്.